ഇന്ത്യയുടെ സുശക്തമായ നാവികപ്പട കറാച്ചി ലക്ഷ്യമാക്കി കറാച്ചി വളഞ്ഞു നിൽക്കുമ്പോൾ ലോകത്തിന് കാര്യം കുറച്ചുകൂടി വ്യക്തമാകുന്നു. പാക് ഭരണകൂടത്തിന് വ്യക്തമാകാത്ത കാര്യങ്ങൾ ഇപ്പോൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി തന്നെ പാകിസ്ഥാനെ വിളിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയായ മുനീറിനെ വിളിച്ച് മാർക്കോ റൂബിയോ സംസാരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തു വരുന്നത്. സാധാരണ ഒരു രാജ്യത്തിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ഒന്നും മറ്റു രാജ്യത്തിൻ്റെ സൈനിക മേധാവികളെ വിളിച്ച് നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു രീതിയില്ല. ഇവിടെ ഇപ്പോൾ ഒരു അസാധാരണ നീക്കം, അസാധാരണമെന്ന് പറയാൻ കഴിയില്ല, അമേരിക്കയുടെ ഒരു സാമന്ത രാജ്യം പോലെ തന്നെയാണ് പാകിസ്ഥാൻ ആയിരുന്നു, അങ്ങനെ തന്നെയാണ് ഇപ്പോഴും മുൻപോട്ടൊക്കെ പോകുന്നത്. അതിൻ്റെ കൂടി ഒരു സ്വാതന്ത്ര്യത്തിലായിരിക്കാം. ഏതായാലും മാർക്കോ റൂബിയോ സൈനിക മേധാവിയെ വിളിച്ചിരിക്കുന്നു. അതിനിടയിൽ പാകിസ്ഥാൻ്റെ മുൻ എയർ മാർഷൽ ഒരു TV ചാനലിന് നൽകിയ ഇൻ്റർവ്യൂ ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നു. പാക് മാർഷൽ മസൂദ് അക്തറാണ് ഒരു പ്രമുഖ ചാനൽ നൽകിയ ഇൻ്റർവ്യൂവിൽ പറയുന്നത്, എന്നൊക്കെ പാകിസ്ഥാൻ ഇന്ത്യയുമായി ഏറ്റുമുട്ടാൻ പോയിട്ടുണ്ടോ അന്നൊക്കെ പരാജയം നേരിടേണ്ടി വന്നിട്ടുണ്ട്. 6 ലക്ഷമുള്ള ഒരു സൈന്യത്തിന് എങ്ങനെയാണ് 16 ലക്ഷം വരുന്ന ഒരു സൈന്യത്തെ നേരിടാൻ കഴിയുക? അതുപോലെ തന്നെ അവരുടെ വ്യോമ സംവിധാനങ്ങൾ നോക്കൂ, ഏറ്റവും ശക്തമായ വ്യോമസേനയുള്ളൊരു രാജ്യമാണ് ഇന്ത്യ. അവിടെ ഒരു F-16 പോലെയുള്ള 1-2 ടൈപ്പ് വിമാനങ്ങളുമായി യുദ്ധത്തിന് പോയാൽ പരാജയം തന്നെ ആയിരിക്കും. ഇവിടെ യുദ്ധമല്ല, പകരം ബുദ്ധിയാണ് ഉപയോഗിക്കേണ്ടത്, സംയമനമാണ് പാലിക്കേണ്ടത്, സമാധാനത്തിൽ പോകുന്നതായിരിക്കും നല്ലത്. ഇല്ല എങ്കിൽ അതിന് കനത്ത വില പാക് ഭരണകൂടം നൽകണമെന്ന് പാകിസ്ഥാന്റെ മുൻ സൈനിക മേധാവി കൂടിയാണ് ഈ പറയുന്നതെന്ന് ഓർക്കണം. ഒപ്പം തന്നെ അമേരിക്ക വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ വലിയൊരു യുദ്ധത്തിൻ്റെ അന്തരീക്ഷം ഉയർന്നതിന് തൊട്ട് പിന്നാലെ പാകിസ്ഥാന്റെ വിപണി കൂപ്പുകുത്തിയിരിക്കുന്നു, പെട്രോൾ ക്ഷാമത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും അവരെ പട്ടിണിയിലേക്ക് വരിഞ്ഞിട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു അറ്റാക്ക് കൂടി വന്നു കഴിഞ്ഞാൽ, ഒരു വലിയൊരു ആക്രമണം കൂടി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ പാകിസ്ഥാന് നരേന്ദ്രമോദി മുൻപ് പറഞ്ഞതുപോലെ ഒരു 100 വർഷം പിന്നിലേക്ക് പോകേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.